Everyone, in this part, we will see the concept of elasticity of demand. So, elasticity of demand in the പറഞ്ഞാൽ it measures the responsiveness of the quantity demanded of a good or service to a change in price or other factors. അതായത് നമ്മൾ ഒരുപാട് ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് കണ്ടു അല്ലേ? ഈ ഡിറ്റർമിനൻസിന് ഡിറ്റർമിനൻസ് ഓർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. ഈ ഡിറ്റർമിനൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പം എങ്ങനെയാണ് അത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിറ്റി എടുക്കുന്ന സമയത്ത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കൂടുകയാണോ കുറയുകയാണോ? ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചും ഇലാസ്റ്റിസിറ്റി മാറും. ചിലത് ഭയങ്കര ഇലാസ്റ്റിക് ആയിരിക്കും, ചിലത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതായത് എന്ത് ചേഞ്ച് ചെയ്താലും അതിന്റെ ഡിമാൻഡ് മാറാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും ചിലത്. സോ ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ചേഞ്ചസ് ഇൻ ദീസ് ഫാക്ടേഴ്സ് എഫക്ട് കൺസ്യൂമർ ബിഹേവിയർ. അതായത് ഈ ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പം എങ്ങനെ അത് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനെ ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന്റെ കേസിൽ ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് നമുക്ക് ഒന്നിന്റെ പ്രൈസ് കൂടി നമ്മൾ ഒട്ടനെ നമുക്ക് അടുത്തത് മാറ്റാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗുഡ്സ് കൂടുതലും ഇലാസ്റ്റിക് ആയിരിക്കും. നെസസിറ്റി വേഴ്സസ് ലക്ഷറി. നെസസിറ്റീസിന്റെ കേസിൽ നെസസറി ഐറ്റംസ് യൂഷ്വലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതായത് അവരുടെ ഡിമാൻഡിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടാവില്ല. കാരണം നമുക്ക് വേണ്ടതാണ്. പ്രൈസ് ചേഞ്ച് ചെയ്താലും ബാക്കി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താലും അതിന്റെ ഡിമാൻഡ് അത്ര ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഡിമാൻഡ് ചേഞ്ച് വരാത്തതുകൊണ്ട് തന്നെ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ലക്ഷറീസിന്റെ കേസിൽ കുറച്ചുകൂടെ ഇലാസ്റ്റിക് ആണ്. കാര്യം ലക്ഷറി നമുക്ക് എപ്പോഴാണ് യൂഷ്വലി നമ്മൾ ലക്ഷറി ഐറ്റംസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്? നമുക്ക് പൈസയൊക്കെ കുറച്ചുണ്ടാവും. അപ്പൊ നമുക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ലക്ഷറി ഒക്കെ വാങ്ങുന്നത് കൂടും. അപ്പൊ അത് ഇലാസ്റ്റിക് ആണ് ഒന്നുകൂടെ. പിന്നെ അഡിക്ഷൻ ഓർ ഹാബിറ്റ് ഫോർമേഷൻ. ചില ആൾക്കാർ ഭയങ്കര ടീ അഡിക്റ്റ്, കോഫി അഡിക്റ്റ്, സിഗരറ്റ് അഡിക്റ്റ് അതൊക്കെ ആയിരിക്കും. അവരുടെ കേസിൽ അവരുടെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആവും. അതായത് അവിടെ പ്രത്യേകിച്ച് ഡിമാൻഡിന് ചേഞ്ച് ഒന്നും വരില്ല. ഇപ്പം ഡെയിലി മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ മദ്യത്തിന്റെ വില എത്ര കൂടിയാലും അയാൾ അത് വാങ്ങും. സോ ഡിമാൻഡ് വിൽ ബി ഇൻഇലാസ്റ്റിക്, പ്രത്യേകിച്ച് ചേഞ്ച് വരില്ല. Time horizon. Elasticity of demand changes over time. യൂഷ്വലി ഷോർട്ട് പീരീഡിൽ നമുക്ക് അത്രമാത്രം ചേഞ്ചസ് ഉണ്ടാവില്ല. ലോങ് പീരീഡ് നോക്കുന്ന സമയത്ത് കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും. കാര്യം നമുക്ക് അതിന് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് പുതിയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ. അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് ഒന്ന് ചെയ്തിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് പകരം മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഇലാസ്റ്റിറ്റിനെ എഫക്ട് ചെയ്യും. ഇറ്റ് വിൽ ബി മോർ ഇലാസ്റ്റിക്, പ്രോഡക്റ്റ് വിൽ ബി മോർ ഇലാസ്റ്റിക്. ഇനി ഇൻകം ലെവലിനനുസരിച്ച് എന്താണ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. സോ ചില ഗുഡ്സ് ഉണ്ട്, ഫോർ സം ഗുഡ്സ് ദ ഇൻകം ലെവൽ ഓഫ് കൺസ്യൂമേഴ്സ് ക്യാൻ എഫക്ട് ഇലാസ്റ്റിറ്റി. പ്രത്യേകിച്ച് നമുക്ക് ലക്ഷറി ഗുഡ്സിന്റെ ഒക്കെ കേസിൽ പറയാം. So these are the major factors affecting elasticity of demand. ഒരുപാട് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്. ഇൻ ദിസ് പാർട്ട് വിൽ ബി സീയിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി, അഡ്വർടൈസിംഗ് ഇലാസ്റ്റിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. സോ അത് നമുക്ക് എന്താ പ്രൈസ് ഇലാസ്റ്റിറ്റി നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ഇറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ഫോർമുല: ഇലാസ്റ്റിറ്റി ഓഫ് price elasticity of demand equal to proportionate change in demand divided by proportionate change in price. 5 ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 ഹെഡിന്റെ അടുത്ത് ക്ലാസിഫൈ ചെയ്യാം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, relatively inelastic and unitary elastic demand. First one is perfectly elastic demand. So perfectly elastic എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ചെറിയൊരു മാറ്റം വരുമ്പോഴേക്കും ഡിമാൻഡിനെ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇറ്റ് ഇസ് നോട്ടഡ് ബൈ ഇൻഫിനിറ്റി. ഇത് കണ്ടോ, ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ നമുക്ക് പ്രൈസ് ഇതാ
ചെറുതായിട്ടൊന്ന് കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡിമാൻഡിനെ വലിയതായിട്ട് എഫക്ട് ചെയ്യും. A slight rise in price would result in a fall in demand to zero. അതായത് പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടിയപ്പോൾ തന്നെ അത് ഡിമാൻഡിനെ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് വിൽ ഓൾവേസ് ബി ഹൊറിസോണ്ടൽ ഇൻ നേച്ചർ. ഇങ്ങനെ നേരെയായിരിക്കും എന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ഇൻഫിനിറ്റി. It is represented by a horizontal straight line. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്താലും എന്ത് ചേഞ്ച് ചെയ്യില്ല? ഡിമാൻഡ് ചേഞ്ച് ചെയ്യില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലക്ഷറി ഗുഡ്സിന്റെ ഒക്കെ കാര്യം പറയാം. ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിന്റെ കേസിൽ നമുക്ക് യൂഷ്വലി നെസസിറ്റീസ്, പ്രൈസ് എത്ര മാറിയാലും എന്തിനത് എഫക്ട് ചെയ്യില്ല? ഡിമാൻഡിനെ എഫക്ട് ചെയ്യില്ല. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിഗർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ കണ്ട് പ്രൈസ് കൂടി P3 P2 ആയി, P2 P1 ആയി. പ്രൈസ് കൂടിയപ്പോഴൊന്നും ഇത് എന്തിനെ എഫക്ട് ചെയ്തിട്ടില്ല? ഡിമാൻഡിനെ എഫക്ട് ചെയ്തിട്ടില്ല. ഡിമാൻഡ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിന്നു. അപ്പൊ യൂഷ്വലി നമ്മൾ നെസസിറ്റി അല്ലെങ്കിൽ എസെൻഷ്യൽ ഗുഡ്സിന്റെ കേസിലൊക്കെ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. Okay, diagram is also very important. Quantity demand will be given in x-axis as usual, price y-axis ലും കൊടുക്കും. പിന്നെ relatively elastic demand is denoted where EP is greater than 1. Relatively inelastic എന്ന് പറഞ്ഞാൽ proportionate change produced in demand is greater than proportionate change in price. അതായത് പ്രൈസ് കുറച്ച് കൂടിയാൽ ഡിമാൻഡ് അതിനെക്കാട്ടും കൂടും. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ഒരു 20% കൂടിയാൽ പ്രൈസ് 20% കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക, കുറയുക. ഇത് അതിനെക്കാട്ടും പ്രൊപ്പോർഷനായിട്ട് 25% കുറയുന്നതാണ് എന്ത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. ടേം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ് അർത്ഥം. അപ്പൊ കുറച്ച് പ്രൈസ് കൂടിയാൽ ഒരുപാട് ഡിമാൻഡ് കുറയുക, അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് കുറഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് കൂടുക. ഇതിനെയാണ് പറയുന്നത് എന്ത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് EP ലെസ് ദാൻ 1. പ്രൈസ് ഒരുപാട് കുറയുമ്പം ഡിമാൻഡ് കുറച്ച് കൂടുന്നു, അല്ലെങ്കിൽ പ്രൈസ് ഒരുപാട് കൂടുമ്പോൾ ഡിമാൻഡ് കുറച്ച് കുറയുന്നു. അതിനാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ചേഞ്ചസ് അത്രമാത്രം ഉണ്ടാവില്ല. പ്രൈസ് ഒരു 30% കൂടിയാൽ ഡിമാൻഡ് 10% മാത്രം കുറയുന്നതാണ് എന്ത്? ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ നാരോ ആയിട്ട് സ്ലോപ്പ് ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് യൂണിറ്ററി ഇലാസ്റ്റിക്. അതായത് പ്രൈസും ഡിമാൻഡും സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് EP ഈക്വൽ ടു 1. അതായത് പ്രൈസ് 20% കൂടുമ്പോൾ ഡിമാൻഡ് 20% തന്നെ കുറയുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇവിടെ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഈക്വൽ ആയിട്ട് ഇതിന്റെ ഗ്യാപ്പ് ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കർവ് വരച്ചാൽ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ നമുക്ക് കിട്ടും. ഓക്കെ, സോ yeah, this is all about elasticity of demand. Perfectly elastic, ഇൻഫിനിറ്റി, പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് നമ്മൾ 0 ആയി റെപ്രസെന്റ് ചെയ്യുന്നു. യൂണിറ്ററി ഈക്വൽ ടു ഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. So this is all about elasticity of demand, its determinants, price elasticity, and degrees of price elasticity.